വെൽക്കം ടു ബുദ്ധശ്രീ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് പൂക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെൻറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു ഹോം തിയേറ്ററും അടങ്ങിയ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മോഡേൺ എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ വന്നിട്ടുള്ളത്. ടെക്സ്ചർ വർക്കുകളും ലൈറ്റ്സും കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വാൾ ചെയ്തിരിക്കുന്നത്. 4.2 മീറ്റർ ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത ഈ റോഡിൻ്റെ ഈ എൻഡിലായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗത്തായിട്ടുള്ള ഈ ഒരു റോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു പോർഷൻ ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ടെക്സ്ചർ വർക്കുകൾ നൽകി ലൈറ്റ് കൊടുത്ത് സ്ക്വയർ ട്യൂബ് ഡിസൈനിലാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റി സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. കാർ പാർക്കിങ്ങിന് സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 8.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു ഗാർഡൻ കാണാം. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. കിണറിൻ്റെ മുൻഭാഗത്തും വളരെ മനോഹരമായി ചെയ്ത ഒരു ഗാർഡൻ കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് വരാം. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇത് ഡൈനിങ് റൂമിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള കോർട്ട്യാർഡ് പോർഷനാണ്. ഇവിടെയും 5.5 അടിയോളം തന്നെയാണ് വിട്ട് വരുന്നത്. ഇനി നമ്മൾ വരുന്നത് കിച്ചൻ്റെ ഭാഗത്തേക്കാണ്. ഇതാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയാണ് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായി വരുന്നത്. ഇവിടെ ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഫ്ലോറിംഗ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 5 അടിയോളമാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഇവിടെയായിട്ട് ഒരേ സമയം 2 ഗ്യാസ് സിലിണ്ടർ വെക്കാവുന്ന രീതിയിൽ ഒരു ഗ്രില്ല് കൂടി ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ വടക്ക് ദർശനമായിട്ടാണ് വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്ന ഈ ഒരു മെയിൻ ഡോർ ഡിജിറ്റൽ ലോക്കോട് കൂടിയാണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 16 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയ 2 ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വാൾപേപ്പറൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്ത ഒരു TV യൂണിറ്റ് കൂടി കാണാം.
ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു വോളിലായിട്ട് ഒരു വേൾഡ് മാപ്പ് കൂടി ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഡസ്റ്റർ സ്പേസും വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസാണ് ഈ വീടിന് ഉള്ളത്. 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് വരുന്നത്. ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ 3 വോളും ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഇൻഡോർ പ്ലാന്റ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്ന വിശാലമായ ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് സിറ്റ് ഔട്ടിലേക്ക് വ്യൂ വരുന്ന രീതിയിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് വാൾപേപ്പറൊക്കെ നൽകി ഈ ഒരു വാൾ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാഷ് കൗണ്ടർ. ഈ ഒരു ഭാഗത്തായിട്ടാണ് വളരെ വിശാലമായ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നിന്ന് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഈ കാണുന്നത്. ഇവിടെയായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ വരുന്നത് വിശാലമായ ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് സെക്യൂരിറ്റി സിസ്റ്റം നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് 14 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസാണ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനിയും ഹുഡും ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ പ്യുവർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് നോർത്തും. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഓൾറെഡി ബെഡും മാട്രസും സൈഡ് ടേബിളും എല്ലാം കൂടി ചെയ്താണ് ഈ ഒരു ബെഡ്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകി സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളോടുകൂടി സീലിംഗ് വർക്കോടുകൂടി തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറും ബാത്ത് ടബും ഹീറ്ററിനുള്ള പോയിന്റും വരെ ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. വെസ്റ്റിലേക്ക് വലിയൊരു വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും വാഷ് കൗണ്ടറും എല്ലാം ഇവിടെയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ ടഫ് ആൻഡ് ഗ്ലാസും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു ലാൻഡിങ്ങിലേക്കാണ്. 12 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലാൻഡിങ്ങിന് ഉള്ളത്. ലാൻഡിങ്ങിൻ്റെ ഈ ഒരു വാൾപേപ്പറൊക്കെ നൽകി വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 വലിയ സിംഗിൾ ഡോർ വിൻഡോയും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഫോൾഡബിൾ അയണിംഗ് ടേബിൾ കൂടി നൽകിയിട്ടുണ്ട്. നമ്മളിനി ഈ വീടിൻ്റെ വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. 23 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റഡി ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹോം തിയേറ്റർ നൽകിയിരിക്കുന്നത്. ഇത് വാഷ് കൗണ്ടറിൽ നിന്നുള്ള ഡബിൾ ഹൈറ്റ് ഏരിയയാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 12 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഹോം തിയേറ്ററിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഫർണിഷ് ചെയ്ത രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലിയൊരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ബെഡും മാട്രസും സൈഡ് ടേബിളും അടക്കം ഈ ഒരു ബെഡ്റൂമിന് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാൾപേപ്പറൊക്കെ കൊടുത്ത് എല്ലാ വിൻഡോയും പാനലിംഗ് വർക്കും ചെയ്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റ് കൂടി വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് സീലിംഗോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റ് ഈ ഒരു ബാത്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 12.5 അടിയിലേറെ നീളവും 6 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 13 അടിയിലേറെ നീളവും 7 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വിശാലമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത്.
കുഞ്ചാട്ടേര ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3.6 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.4 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 8.3 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5 സെന്റ് സ്ഥലത്ത് 2525 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകളും ഒരു ഹോം തിയേറ്ററുമുള്ള ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,19,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.